Good morning, friends. Thevenin's theorem, Norton's theorem, and maximum power transfer theorem. നെറ്റ്വർക്ക് തിയറത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 തിയറംസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളെ കുറിച്ച് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 3 തിയറംസ് ആണ് ഈ മുകളിൽ പറഞ്ഞ 3 തിയറംസ്. ഈ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കാവുന്ന പ്രോബ്ലംസ് ആയിട്ടും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും മറ്റും നമുക്ക് നേടാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് നേടാവുന്നതാണ്. സോ ഫസ്റ്റ് ദി തെവനിൻസ് തിയറം. തെവനിൻസ് തിയറം പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പ്രാക്ടിക്കൽ സെഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് തെവനിൻസ് തിയറം നോക്കാം. സോ എനി ലീനിയർ ഇലക്ട്രോണിക് ആക്റ്റീവ് നെറ്റ്വർക്ക് മീൻസ് എനി ഇലക്ട്രോണിക് നെറ്റ്വർക്ക് containing several resistances and voltage sources can be replaced by a single voltage source Thevenin with a series resistance or Thevenin. Okay, so any kind of network, any complex network can be simply replaced by this kind of network. A single voltage source Thevenin in series with a single resistance or Thevenin. So it makes the solution of complicated networks quick and easy. സപ്പോസ് നമുക്ക് ഒരു ലോഡ് റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട്, ലോഡ് റെസിസ്റ്റൻസിൽ കിട്ടുന്ന വോൾട്ടേജ്, ഇത്തരം കാര്യങ്ങളായിരിക്കും നോർമലി നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരിക അല്ലേ. സോ നമ്മളിവിടെ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വി തീവനിൻ ഡിവൈഡഡ് ബൈ ആർ തീവനിൻ പ്ലസ് ആർ എൽ എന്ന് പറഞ്ഞ് ഇവിടുത്തെ കറണ്ട് മെഷർ ചെയ്യാം, ലോഡ് റെസിസ്റ്റൻസിലേക്ക് കിട്ടുന്ന വോൾട്ടേജ് മെഷർ ചെയ്യാം അല്ലേ. ഇതിൻ്റെ ഡിവൈഡ് ചെയ്ത് ലോഡ് റെസിസ്റ്റൻസിൻ്റെ അക്രോസിൽ വോൾട്ടേജ് ഡിവൈഡർ മെത്തഡിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കുമല്ലോ, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ ഇൻറ്റു നേരത്തെ കിട്ടിയ കറണ്ട് ഇൻറ്റു ദിസ് ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വോൾട്ടേജ് ഡ്രോപ്പും കിട്ടും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ തെവനിൻസ് തിയറം ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ ദി തെവനൈസിങ് എ സർക്യൂട്ട് നോക്കാം. സോ ആദ്യം തെവനിൻസ് വോൾട്ടേജിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അതേപോലെ തെവനിൻസ് റെസിസ്റ്റൻസ് ആർ ടി എച്ചിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊസീജിയറും ആയി എന്ന് പറയാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ടി എച്ചും ആർ ടി എച്ചും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ തെവനൈസിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വി തീവനിൻ? സോ വി തീവനിൻ ഓർ തെവനിൻസ് വോൾട്ടേജ് is the open circuit voltage that appears between the terminals A and B when they are open. So ഏതാണോ നമ്മൾ ലോഡായിട്ട് എടുക്കുന്നത്, സോ സേ ഇൻ ദിസ് സർക്യൂട്ട് നമ്മളിവിടെ ഈ ആർ എൽ എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആർ എല്ലിനെ ഓപ്പൺ ചെയ്യണം. മീൻസ് ഇതിനെ ഇവിടെ നിന്ന് മുറിച്ച് കളയുമ്പോൾ 2 ടെർമിനൽസ് കിട്ടും, എ ബി ടെർമിനൽസ് കിട്ടും. സോ വാട്ട് ഈസ് ദ വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് ബിറ്റ്വീൻ ദിസ് എ ആൻഡ് ബി ഇൻ ദിസ് കണ്ടീഷൻ അല്ലേ. ഇവിടെ നമ്മളത് ഓപ്പൺ ആക്കി കഴിഞ്ഞു. സോ ഈ പോയിന്റിൽ എക്കും ബിക്കും അപ്പിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ കണ്ടീഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന വോൾട്ടേജ് എന്താണോ, സോ ദാറ്റ് ഈസ് ദി തെവനിൻസ് വോൾട്ടേജ്. ഓക്കെ, അതേപോലെ തന്നെ വാട്ട് ഈസ് തെവനിൻസ് റെസിസ്റ്റൻസ്? തെവനിൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദി നെറ്റ്വർക്ക് viewed from the open terminals A and B when the voltage sources are replaced by their internal resistances. ഓക്കെ, നോക്കൂ. അപ്പോൾ ഇവിടെ നിന്ന് എ ബി ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ 2 പോയിന്റുകൾക്ക് എ ബി ടെർമിനൽസിനിടയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് തെവനിൻസ് റെസിസ്റ്റൻസ് അല്ലേ. സോ ഈ കേസിൽ നോക്കൂ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ ഇവിടെ നമ്മുടെ ഈ സോഴ്സിന് അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സിന് നമ്മൾ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ നോക്കുമ്പോൾ എന്തൊക്കെയോ വന്നു, ഇവിടെ ഒരു R2, അതേപോലെ ഇവിടെ ഒരു R1 പ്ലസ് ആർ അല്ലേ. ഇത് രണ്ടും പാരലൽ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ നെറ്റായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ സമ്മായിരിക്കും നമ്മുടെ ഇക്വലൻ്റ്
റെസിസ്റ്റൻസ് ആയിട്ട് മീൻസ് R2 പാരലൽ R1 പ്ലസ് R ആയിരിക്കും ഇവിടുത്തെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തെവെനിൻസ് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. തെവെനിൻ റെസിസ്റ്റൻസ് RTH ഈസ് ഓൾസോ റെപ്രസെൻറ്റഡ് ബൈ ദിസ് കൈൻഡ് ഓഫ് RI. ഓക്കെ, ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നുള്ള മീനിങ്ങിൽ ആ രീതിയിൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ വി തീവിൻ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. സോ വി തീവിൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്ന ഇവിടെ അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും നോക്കൂ. ഈ വോൾട്ടേജ് ഇങ്ങനെ കറണ്ട് ഈ വോൾട്ടേജ് മൂലം കറണ്ട് ഇതാ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നില്ല. സോ R1ലൂടെയും R2യിലൂടെയും ഈ സ്മോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് Rലൂടെയൊക്കെ ഫ്ലോ ചെയ്യുന്നു. സോ ആ പോകുന്ന കറണ്ടിൽ എത്ര ഭാഗമാണ് ഇതിൻ്റെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നില്ല. I × R2 ആയിരിക്കുമല്ലോ. സോ I എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഹോൾ റെസിസ്റ്റൻസ് മീൻസ് E/R1 + R2 + R ഇൻറ്റു R2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വോൾട്ടേജ് ആയിരിക്കും ഇവിടുത്തെ തെവെനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് തെവെനിൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വളരെ സിമ്പിളാണ്, ഇത്തിരി ലെങ്തി ആണെങ്കിലും വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് പറയുക എന്ന് മാത്രം. സോ എനി ലീനിയർ ആക്റ്റീവ് നെറ്റ്വർക്ക് വിത്ത് ഔട്ട്പുട്ട് ടെർമിനൽസ് A and B can be replaced by a single voltage source VTH in series with a single resistance RTH, where VTH is the open circuit voltage that appears between the terminals A and B, and RTH is the equivalent resistance of the network viewed from the open terminals A and B when the voltage sources are replaced by their internal resistances. അപ്പോൾ നേരത്തെ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എനി ലീനിയർ നെറ്റ്വർക്ക് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ദിസ് സിംഗിൾ വോൾട്ടേജ് സോഴ്സ് VTH ഇൻ സീരീസ് വിത്ത് എ സിംഗിൾ റെസിസ്റ്റൻസ് RTH. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്തും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് VTH എന്താണെന്നും RTH എന്താണെന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് തെവെനിൻസ് തിയറം കംപ്ലീറ്റ് ആകും. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് അത് ഇലസ്ട്രേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കൂ. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് A network, by applying Thevenin's theorem, find the following. So equivalent EMF of the network when viewed from the terminals A and B. ദാറ്റ് ഈസ് വി തീവിനാണ് ചോദിച്ചത് അല്ലേ. A-B പോയിന്റുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇക്വാലൻ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ EMF എന്താണ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് വൺ, equivalent resistance of the network when viewed from the terminals A and B. Again RTH ആണ് ചോദിച്ചത് അല്ലേ. A-Bയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്താണ്? അതേപോലെ തന്നെ കറണ്ട് ഇൻ ദ ലോഡ് റെസിസ്റ്റൻസ് മീൻസ് അവസാനം നമ്മളിവിടെ ലോഡ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ കണ്ടീഷനിൽ അല്ലേ ഇവിടെ 15 ഓമിലൂടെ ലോഡ് റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന കറണ്ട് എന്തായിരിക്കും? സോ നമ്മളതിന് തെവെനൈസ് ചെയ്ത് കഴിഞ്ഞാൽ തെവെനിൻ സർക്യൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് R Thevenin ഈ പോയിന്റിൽ ഇപ്പോൾ ഇവിടെ ഈ 15 ഓം ആണ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 15 ഓമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു. സോ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ട് മാറുന്നു. സോ ദിസ് പോയിന്റ് ഈസ് A and this point is B. Now what is the voltage experience between this A and B terminals? ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ആകെ 24 വോൾട്ടേജ് ആണുള്ളത്. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ഓം ആണ്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ഓം ആണ്. സോ ദിസ് ഈസ് 3 ഓം. സോ ദിസ് ഈസ് അഗെയിൻ 3 ഓം. സോ 3 ഓം, 1 ഓം ആൻഡ് 12 ഓം അല്ലേ. ക്ലിയർ ആണ്. ഈ 1 ഓം നമ്മൾ ഇതിനെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസുകളെ വോൾട്ടേജ് സോഴ്സുകളെ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ വരും. സോ 12 ഓം, 3 ohm and 1 ohm. ഓക്കെ, സോ ഈ 3 ohm plus 1 ohm പാരലൽ ടു 12 ohm ആണ് അല്ലേ. സോ അതിൻ്റെ പാരലൽ ഇക്വാലൻസ് റെസിസ്റ്റൻസ് ആയിരിക്കും ടോട്ടൽ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. സോ 12 പാരലൽ 3 + 1 അല്ലേ. 12 പാരലൽ 3 + 1 മീൻസ് 12 പാരലൽ 4, ദാറ്റ് ഈസ് 12 × 4 ഡിവൈഡഡ് ബൈ 12 + 4, ദാറ്റ് ഈസ് 48/18, that is 3 ohm. So the equivalent resistance or R Thevenin is 3 ohm. Okay,
Now, what is Thevenin means നമുക്ക് ഈ പോയിന്റുകൾക്കിടയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും അല്ലേ? ഇവിടെ 24 വോൾട്ടേജ് ആണുള്ളത്. സോ ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ഇതാ ഇങ്ങനെ ഈ 3 ഓമിലൂടെ 12 ഓമിലൂടെ 1 ഓമിലൂടെ തിരിച്ചിങ്ങോട്ട് തന്നെ ഫ്ലോ ചെയ്യുന്നു. സോ ടോട്ടൽ കറണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക നോക്കൂ, 24 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 12 പ്ലസ് 1 അല്ലേ? മീൻസ് 24 ഡിവൈഡഡ് ബൈ 16 ഓം ആയിരിക്കും കറണ്ട് വരുന്നത്. സോ I ഇൻറ്റു ആർ ആണ് അല്ലേ ഇവിടുത്തെ വരുന്ന 12 ഓമിന് വരുന്ന വോൾട്ടേജ്, 12 ഓമിൻ്റെ അക്രോസിൽ വരുന്ന വോൾട്ടേജ് ആയിരിക്കും ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ 12 ഓമിൻ്റെ അക്രോസിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുമ്പോൾ I ഇൻറ്റു ആർ ആണ്. ആർ എന്ന് പറയുമ്പോൾ 12 ആണ്. I 24 by 16. സോ വോൾട്ടേജ് അക്രോസ് 12 ഓം is 24 by 16 into 12, that is 18 voltage. So V Thevenin is 18 voltage and R Thevenin is 3 ohm. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ Thevenin's equivalent circuit എന്ന് പറയുന്നത്. 18 voltage in series with a 3 ohm. So this is the Thevenin's equivalent circuit. നമുക്ക് കണ്ടുപിടിക്കാം Thevenin's equivalent circuitലെ AB പോയിന്റുകൾക്കിടയിൽ വീണ്ടും തിരിച്ച് നമ്മൾ ലോഡ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ലോഡിൻ്റെ അക്രോസിൽ വരുന്ന വോൾട്ടേജും കറണ്ടൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അല്ലേ? ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് കറണ്ട് ഇൻ ദി ലോഡ് റെസിസ്റ്റൻസ് ആണ്. സോ കറണ്ട് വിൽ ബി വോൾട്ടേജ് 18 ആണ്. ഇവിടെ വരുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 3 പ്ലസ് 15 again 18. സോ VTH by RTH plus RL, that is 18 by 3 plus 15, that is 18 by 18, that is 1 ampere. ഓക്കെ, സോ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് വളരെ കുറച്ചും കൂടെ സിമ്പിളായുള്ളൊരു നെറ്റ്വർക്കാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയുള്ള നെറ്റ്വർക്കുകൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ നമുക്ക് ഒരു സിംഗിൾ വി തീവിനും സിംഗിൾ ആർ തീവിനും ഒരു RLമുള്ള ഒരു സിമ്പിൾ നെറ്റ്വർക്കായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, നൗ ദ നോർട്ടൺസ് തിയറം. ഓക്കെ, സോ നമ്മൾ Thevenin's equivalent സർക്യൂട്ട് കണ്ടു കഴിഞ്ഞു. എനി കോംപ്ലക്സ് നെറ്റ്വർക്ക് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ദിസ് വി തീവിനിൻ ഇൻ സീരീസ് വിത്ത് ആർ തീവിനിൻ. ഓക്കെ, സോ ഈ വോൾട്ടേജ് സോഴ്സിനെ, ഇത്തരത്തിലുള്ളൊരു വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ നേരത്തെ സോഴ്സ് കൺവേർഷൻ ഉപയോഗിച്ച് കറണ്ട് സോഴ്സാക്കി മാറ്റിയാൽ, അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആക്ച്വലി നോർട്ടൺസ് തിയറം. ഓക്കെ, നമ്മൾ മറ്റൊരു തിയറമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് മാത്രം. നോക്കൂ, നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അല്ലേ? നമ്മൾ നേരത്തെ ഇതിനെ കറണ്ട് സോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ടെർമിനൽസിനെ ഷോർട്ട് ചെയ്യുന്നു. സോ അപ്പോൾ അവിടെയുള്ള കറണ്ട് വിൽ ബി VTH by RTH അല്ലേ? സോ ദാറ്റ് കറണ്ട്, സോ ആക്ച്വലി ദിസ് കറണ്ട് IS is equal to VTH by RTH ആണ്. അതേപോലെ തന്നെ ഇൻ പാരലൽ വിത്ത് RTH. ആക്ച്വലി ഇവിടെ RN, നോർട്ടൺ റെസിസ്റ്റൻസ് RN എന്നാണ് പേര് കൊടുക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു RTH. Okay, so IS is equal to VTH by RTH and Norton resistance RTH equal to RL. So ഇത് ഈ എക്സ്പ്രഷൻ ഇങ്ങനെ സർക്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ ആക്ച്വലി തെവെനിൻസ് ചെയ്ത് കഴിഞ്ഞാലും മതി അല്ലേ? തെവെനിൻസ് ഇക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. സോ ഇറ്റ് ഈസ് ബേസിക്കലി ദ ഡുവൽ ഓഫ് ദി തെവെനിൻസ് തിയറം അല്ലേ? അതിൻ്റെ ഒരു കമ്പാനിയനാണ്, ഡുവലാണ്. അപ്പം ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു, സോഴ്സ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ Thevenin's equivalent circuit with VTH series with RTH is replaced by a current source IN, ISC and a parallel resistance RN. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Thevenin's തിയറത്തിൻ്റെ ഇക്വലൻ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എനി ലീനിയർ ആക്റ്റീവ് നെറ്റ്വർക്ക് with output terminals A and B can be replaced by a single current source ISC parallel with a single resistance RN, where ISC is the short circuit current flowing through the terminals A and B, and RN is the equivalent resistance of the network viewed from the open terminals A and B when the voltage sources are replaced by their internal resistances. വളരെ സിമ്പിളാണ്. പ്രധാനമായിട്ട് ഒരു കാര്യമാണ് പറയുന്നത്, നമുക്ക് എനി കോംപ്ലക്സ് നെറ്റ്വർക്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിംഗിൾ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ സിംഗിൾ റെസിസ്റ്റൻസ് RN ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയും. വേർ ISC എന്താണെന്നും RN എന്താണെന്നും ഡിഫൈൻ ചെയ്ത് കൂടെ കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി അല്ലേ? സോ വേർ ISC ഇത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആക്ച്വലി ഇവിടെ ഒരു ലോഡ് ഉണ്ടായിരുന്നു അല്ലേ?
അത് നമ്മൾ ഇവിടെ ഈ എ ബി പോയിന്റുകൾ ഷോർട്ട് ചെയ്താൽ കിട്ടുന്ന കറണ്ടാണ് എന്ത് IS, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ടെർമിനൽസ് A and B. And Rn is the equivalent circuit resistance of the network viewed from the open terminals. അപ്പോൾ ആർ തീവനിൻ തന്നെയാണ് അല്ലേ, ആർ തീവനിൻ്റെ ഡെഫിനിഷനിലാണ് നമ്മൾ പറഞ്ഞത്. സോ സെയിം ഡെഫിനിഷനാണ്, ആർ തീവനിൻ്റെ അതേ ഡെഫിനിഷനാണ്. ഇവിടെ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് ആയതുകൊണ്ട് RN എന്ന് റെപ്രസെൻറ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, when their voltage sources are replaced by their internal resistances. ഓക്കെ, now നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഇതും ഇലസ്ട്രേറ്റ് ചെയ്യാം. സപ്പോസ് ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നൗ എന്തായിരിക്കും നമ്മുടെ തെവനിൻസ് ഇക്വലന്റ് സർക്യൂട്ട് വരുന്നത്? നോക്കൂ, ഈ കേസിൽ എ ബി പോയിന്റുകൾക്കിടയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വോൾട്ടേജ് വിൽ ബി ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 അല്ലേ. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 എന്ന് പറയുമ്പോൾ ദിസ് കറണ്ട് ഇൻറ്റു അല്ലേ, കറണ്ട് എന്ന് പറയുമ്പോൾ E/R1 + R2 ആണ് ഇവിടുത്തെ കറണ്ട്, ഇൻറ്റു R2 ചെയ്താൽ മതിയല്ലോ. സോ ദാറ്റ് ഇസ് E/R1 + R2 ഇൻറ്റു R2. സോ ദിസ് ഈസ് ദി V തീവനിൻ. ഓക്കെ, സോ ഇനി ആർ തീവനിൻ കൂടെ കണ്ടുപിടിക്കണം അല്ലേ. ആർ തീവനിൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ എ ബി പോയിന്റുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടെ എന്താ നോക്കൂ, ഇവിടെ ഇക്ക് 0 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം, കാരണം ഇവിടെ ഇന്ത്യൻ റെസിസ്റ്റൻസ് ഒന്നും തന്നെ തന്നിട്ടില്ല. അപ്പം നമ്മൾ നെഗ്ലിജിബിൾ ആണ്, വളരെ സ്മോൾ ആയിരിക്കുമല്ലോ എന്തായാലും. സോ അതുകൊണ്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ R1 പാരലൽ R2 ആണ് അല്ലേ. സോ R1 പാരലൽ R2. സോ ദിസ് ഈസ് ദി Thevenin's equivalent circuit. ദിസ് ഈസ് ദി V Thevenin ആൻഡ് ദിസ് ഈസ് ദി R Thevenin. നമുക്ക് ഈ Thevenin's equivalent സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വോൾട്ടേജ് ആണ്. സോ ദാറ്റ് വിൽ ബി ദി വോൾട്ടേജ്, ദി കറണ്ട് അല്ലേ, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദീസ് ഷോർട്ട് സർക്യൂട്ട് എ ആൻഡ് ബി എന്തായിരിക്കും വരിക നോക്കൂ. ദിസ് ഇവിടെ വരുന്ന ദിസ് V Thevenin ഡിവൈഡഡ് ബൈ R1 പാരലൽ R2 ആയിരിക്കും വരിക അല്ലേ. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും, E/R1 എന്ന് കിട്ടും അല്ലേ. ഇവിടെ R1 പാരലൽ R2 എന്ന് പറയുമ്പോൾ R1 R2 ബൈ R1 + R2 ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് E/R1 എന്ന് കിട്ടും അല്ലേ. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ R Thevenin ഈസ് ഈക്വൽ ടു RN. സോ ദിസ് വിൽ ബി ദി നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട്, ISC ഇൻ പാരലൽ വിത്ത് a Norton resistance RN. നമുക്കൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നോർട്ടൺസ് തിയറം ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. So using Norton's theorem, find the constant current equivalent of the circuit shown in this figure. Okay, so ഈ ഫിഗറിൻ്റെ ഈ ഇമേജിൻ്റെ നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കണം. സോ ISC കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ RN കണ്ടുപിടിക്കണം അല്ലേ. സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. So what is ISC? The short circuit current between the terminals A and B. അല്ലെ, എയും ബിയും നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മുടെ ISC എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഏത് സർക്യൂട്ട് ആദ്യം ചെയ്യേണ്ടത് V Thevenin കണ്ടുപിടിക്കുകയാണ് അല്ലേ. V Theveninനും R Theveninനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും R Thevenin നമുക്ക് കണ്ടുപിടിക്കണം, കാരണം R Thevenin ഈസ് ഈക്വൽ ടു RN അല്ലേ. നോർട്ടൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും Thevenin's റെസിസ്റ്റൻസ് പറയുന്നത് ഒന്നാണല്ലോ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമെങ്കിൽ R Thevenin കണ്ടുപിടിക്കാം. സോ R Thevenin ഈസ് ദി റെസിസ്റ്റൻസ് ലുക്കിംഗ് ഫ്രം ദിസ് എ ആൻഡ് ബി ആണ് അല്ലേ. സോ ഇവിടെ എന്ത് വരും നോക്കൂ, ഇവിടെ സീരീസ് ആയിട്ട് ഒരു 50 ohm ഉണ്ട്, അത് കഴിഞ്ഞ് പാരലൽ ആയിട്ട് 10 ohm പാരലൽ 10 ohm വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ റെസിസ്റ്റൻസ് 0 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. സോ ഇങ്ങനെ വരും നോക്ക്, 15 ohm + 10 ohm പാരലൽ 10 ohm. സോ 10 ohm പാരലൽ 10 ohm എന്ന് പറയുമ്പോൾ ബൈ 2 ആയിരിക്കും വരിക അല്ലേ. ദാറ്റ് ഈസ് 5 ohm. സോ ദാറ്റ് ഈസ് 15 ohm + 5, ദാറ്റ് ഈസ് 20 ohm. സോ ദി R Thevenin or RN is equal to 20 ohm. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ നോർട്ടൺ റെസിസ്റ്റൻസ് 20 ohm കിട്ടി, അല്ലെങ്കിൽ Thevenin's റെസിസ്റ്റൻസ് 20 ohm കിട്ടി. അതേപോലെ ഇനി V Thevenin കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ISC കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ V Thevenin കിട്ടുന്നതിന് വേണ്ടി നോക്കും നമ്മൾ ഈ പോയിന്റിൽ അല്ലേ, നമ്മുടെ ഇതിൻ്റെ അക്രോസിൽ വരുന്ന വോൾട്ടേജ് എന്താണോ അതന്നെയായിരിക്കും ഇവിടുത്തെ വോൾട്ടേജ് ആയിട്ട് വരുന്നത്. സോ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് അക്രോസ് 10 ohm ആണ് അല്ലേ. സോ വോൾട്ടേജ് അക്രോസ് 10 ohm വിൽ ബി, സോ ദി കറണ്ട് ത്രൂ ദ 10 ohm ഇൻറ്റു 10 ohm ചെയ്താൽ മതി, I ഇൻറ്റു R ചെയ്താൽ മതി. സോ കറണ്ട് ത്രൂ ദി 10 ohm വിൽ ബി 100 ഡിവൈഡഡ് ബൈ 10 + 10, ദാറ്റ് ഈസ് 20. So 100 divided by 20 into 10 ohm, that is 50 volt. So V Thevenin is the 50 volt. So V Thevenin is 50 volt and R Thevenin is 20. So this can be replaced by a Thevenin's equivalent circuit. So നമുക്ക് ISC അല്ലേ ജസ്റ്റ് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ 50/20 ആയിരിക്കും നമ്മുടെ ISC വരുന്നത്. V Thevenin by RTH, that is 2.5,
ampere. Okay, so so this is the ISC, the short circuit current, or Norton resistance IN represent here, that is 2.5 ampere in parallel with the Norton resistance 20 ohm. So this is the Norton's equivalent circuit. Okay. So നമുക്ക് ഒരു മൂന്നാമതൊരു തിയറം കൂടെ പഠിക്കേണ്ടതുണ്ട്. That is the maximum power transfer theorem. വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ Thevenin's തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷൻ പോലെയാണ് ആക്ച്വലി ഈ തിയറം വരുന്നത്. So it states that the maximum power is transferred from a network to the load resistance connected across the output terminals when the load resistance RL is equal to the equivalent resistance as viewed from the output terminals, which is also equal to R Thevenin or RN. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് എപ്പോഴാണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സുകളിൽ നിന്ന് നമ്മുടെ ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, മാക്സിമം പവർ ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്, അതാണ് ഈ തിയറം പറയുന്നത്. Okay, so the maximum power is transferred from a network to the load resistances, means to the output terminals, when the RL, the load resistance RL is equal to equivalent resistance viewed from the output terminals, means RTH. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ RL is equal to RTH ആകുമ്പോൾ, RL is equal to RTH ആകുമ്പോഴാണ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസും തെവെനിൻസ് റെസിസ്റ്റൻസും എപ്പോഴാണോ ഈക്വൽ ആകുന്നത്, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് തെവെനിൻ റെസിസ്റ്റൻസിന് ഈക്വൽ ആകുന്ന മൊമെന്റിലാണ് മാക്സിമം പവർ നമ്മുടെ സോഴ്സിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ തിയറം പറയുന്നത്. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും പറയാം. സോ ദ മാക്സിമം പവർ ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി നെറ്റ്വർക്ക് ടു ദ ലോഡ് റെസിസ്റ്റൻസ് വെൻ RL is equal to RTH. അത്രയും പറഞ്ഞാലും മതി. ഓക്കെ, സോ നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. സോ നമുക്കറിയാം ദി കറണ്ട് ഇൻ ദ സർക്യൂട്ട് അല്ലേ, കറണ്ട് ഇവിടെ RI റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ TH-നെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു RTH-നെ RI ഉപയോഗിച്ചും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. സോ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് വിൽ ബി E/RL പ്ലസ് RTH ഓർ RI അല്ലേ. സോ അതുകൊണ്ട് തന്നെ പവർ എന്തായിരിക്കും വരുന്നത്, പവർ അക്രോസ് ദ ലോഡ് വിൽ ബി I² R ആണല്ലോ ഇനി പവർ അല്ലേ. സോ ലോഡിൻ്റെ അക്രോസിൽ നമുക്ക് കിട്ടുന്ന പവർ വിൽ ബി I² ഇൻറ്റു RL അല്ലേ. So this I² into RL ചെയ്താൽ മതി. So E/RL plus RI² into RL അല്ലേ. So E²/RL plus RI² into RL. So this is the power across the load. നമുക്ക് പവർ മാക്സിമം ആകുന്ന മൊമെൻറ്റിൽ നമ്മളിവിടെ വേരി ചെയ്യുന്നത് ആരെയാണ്, RL-നെയാണ് വേരി ചെയ്യുന്നത് അല്ലേ. സോ RL നമ്മളിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 1 ohm മുതൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് എപ്പോഴാണ് മാക്സിമം ആവുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏത് മൊമെൻറ്റിലാണോ മാക്സിമം ആവുന്നത് ആ മൊമെൻറ്റിൽ അല്ലേ. മാക്സിമം ആകുമ്പോൾ നമുക്കറിയാം അത് DPL അതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ആ പോയിന്റ് എന്തായിരിക്കും വരിക, 0 ആയിരിക്കും വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പവറിനെ വിത്ത് റെസ്പെക്ട് ടു RL കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ DPL/DRL is equal to 0 ആകുന്ന മൊമെന്റ് ഏതാ നോക്കുകയാണ്. സോ ദിസ് ഈക്വൽ ടു 0 നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് ഈ ഇക്വേഷനെ RL കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് DPL/DRL is equal to അല്ലേ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ 2 ഫാക്ടർ ഉണ്ട്. ഒന്ന് RL വരുന്നുണ്ട്, താഴെയാണെങ്കിൽ RL plus RI² വരുന്നുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ RL-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ വിൽ ബി E²/RL plus RI² പ്ലസ് രണ്ടാമത് നമ്മൾ 1/RL plus RI² ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് RL plus RI whole raised to -2 വരില്ല. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും E²RL into -2 divided by RL plus RI whole cube എന്ന് വരും അല്ലേ. സോ ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളതിന് E² ഒക്കെ പുറത്തെടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പറ്റും. 1/RL plus RI whole² പ്ലസ് ഇവിടെ RL-ഉം ഈ 2 കൂടെ എഴുതുന്നു അല്ലേ. സോ -2RL/RL plus RI whole cube. നമുക്കറിയാം ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം അല്ലേ. സോ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് E² നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം അതിനാൽ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇത് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം എന്നർത്ഥം. ഇത് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ ഈ RL plus RI² ഇവിടെ RL plus RI³ ആണ് അല്ലേ. സ്ക്വയറുകൾ ക്യാൻസൽ ചെയ്ത് പോകുന്നു, പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ RL plus RI is equal to എന്ത് വരും, 2RL എന്ന് കിട്ടും അല്ലേ. സോ 2RL is equal to RL plus RI. ഇവിടെ ഒരു RL-ഉം ക്യാൻസൽ ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് RL is equal to RI. where RI is R Thevenin ആണ് അല്ലേ. സോ RL is equal to R Thevenin ആകുന്ന മൊമെന്റിൽ, RL is equal to RI ആകുന്ന പോയിന്റിലാണ് മാക്സിമം പവർ നമ്മുടെ നെറ്റ്വർക്കിൽ നിന്നും ഔട്ട്പുട്ട്
ഔട്ട്പുട്ടിലേക്ക് അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് നമ്മൾ മുകളിൽ പറഞ്ഞ തിയറം. ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, സോ നൗ നമ്മുടെ ടോട്ടൽ പവറിൻ്റെ എത്ര പാർട്ടാണ് ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടുന്നത്, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ്, എത്ര ഫ്രാക്ഷൻ ആണോ കിട്ടുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് പവർ ട്രാൻസ്ഫർ എഫിഷ്യൻസി. ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദ ടോട്ടൽ പവർ വിൽ ബി ദ പവർ അക്രോസ് ദി ലോഡ് പ്ലസ് പവർ അക്രോസ് ദി ആർ തീവനിൻ അല്ലേ. നമ്മളിവിടെ ഐ എന്നുള്ളത് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തീവനിൻ ആണ്. സോ പി ഐ, സോ നമുക്കതിൻ്റെ ഇക്വേഷൻ ഫോമുല ചെയ്യുമ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു ആർ എൽ പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു ആർ ഐ അല്ലെങ്കിൽ ഐ സ്ക്വയർ ഇൻറ്റു ആർ ടി എച്ച് ആണ് അല്ലേ. സോ നൗ the power transfer efficiency will be PL by PT, means power across the load divided by total power. So I square RL by I square into RL plus I square RI. I squares cancel ചെയ്തു പോകുന്നു. So now the RL by RL plus RI. So ഈ RL താഴെ രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കൂ, 1/1 പ്ലസ് RI by RL എന്ന് കിട്ടും അല്ലേ. നമുക്കറിയാം എപ്പോഴാണ് പവർ മാക്സിമം ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര ഫ്രാക്ഷൻ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം. എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാക്സിമം? RI is equal to RL ആകുന്ന മൊമെന്റിലാണ് മാക്സിമം ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് എത്രയായിരിക്കും വരുന്നത്? when RI is equal to RL, this will become 1/1 plus 1 ആയിട്ട് മാറും അല്ലേ. ദാറ്റ് ഈസ് 1/2 ആയിട്ട് മാറും. That is 0.5. So eta is equal to 0.5. So maximum power transfer ചെയ്യുന്ന മൊമെന്റിൽ eta is equal to 0.5. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ maximum power transfer efficiency is 0.5 or 50%. അല്ലെ, പെർസെൻറ്റേജിൽ പറയുമ്പോൾ 50% ആണ് നമ്മുടെ മാക്സിമം പവർ ട്രാൻസ്ഫർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഗ്രാഫ് കാണിച്ചതാണ്. RL is equal to RI ആകുന്ന മൊമെന്റിൽ 0.5 ആണ് നമ്മുടെ ഈറ്റ വരുന്നത് ഇൻ ഫ്രാക്ഷൻ അല്ലേ. പെർസെൻറ്റേജിലേക്ക് പറയുമ്പോൾ 50%. അതേപോലെ നമ്മുടെ RL വേഴ്സസ് PL ഗ്രാഫ് വരച്ച് നോക്കൂ. ഇങ്ങനെ അല്ലേ കൂടി പോകുന്നു, RL കൂടുന്നതിന് കൂടി പോകുന്നു. RL is equal to RI ആകുമ്പോൾ അല്ലെങ്കിൽ R Thevenin ആകുമ്പോൾ മാക്സിമം ആയിട്ട് മാറുന്നു, വീണ്ടും കുറയുന്നു. ഓക്കെ, സോ ആ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.